ഇതാ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഹോളിഡേ കിട്ടിയ സന്തോഷമാണ്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുസിൻ്റെ ചട്ട് പൂജ എന്ന് പറയും, അവരുടെ വലിയൊരു പൂജ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിന്നിവിടെ ഹോളിഡേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഫാസ്റ്റിംഗ് കാര്യങ്ങളും പിന്നെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു പൂജയാണെന്ന് പറഞ്ഞത്. അതെന്തോ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഹോളിഡേ കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് കടന്നിരിക്കട്ടെ ഉച്ചക്കലത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി കുറച്ച് ഇരിപ്പുണ്ട്. അത് കുറച്ചൊരു മീഡിയത്തിലും ഇത്തിരി കൂടെ വലിയ മത്തിയും കിട്ടി. അപ്പോൾ ഞാൻ 2 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് മസാലയൊക്കെ തിരുമ്മി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്ത് ചെറിയൊരു കറി ഉണ്ടാക്കണം, അത്രേ പ്ലാനുള്ളൂ. അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് വറുത്തായിരുന്നു ദിവസങ്ങളിൽ. അപ്പോൾ ബാക്കിയുള്ളത് ഓർത്ത് കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഞങ്ങൾ തേങ്ങ ഇങ്ങനെ ചിരവി ഞങ്ങൾ ഫ്രീസറിൽ വയ്ക്കാറുണ്ട്, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ കത്തിക്ക് ഇങ്ങനെ കുത്തി ഇതിനൊന്ന് സെറ്റപ്പാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം നമ്മൾ അരക്കിണയിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആ വലിയ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ അരച്ചെടുക്കണമെങ്കിൽ അപ്പോഴേക്കും ഇത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ലപോലെ നമുക്ക് അരഞ്ഞും കിട്ടും. അപ്പോൾ ആദ്യം നമുക്കിത് അരയ്ക്കാനുള്ള ജാറിലേക്ക് ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ അരച്ചെടുക്കാമല്ലോ. ഞാനൊരു 1 hour മുമ്പ് എടുത്ത് പുറത്ത് വെച്ചതാട്ടോ. പക്ഷേ അത്ര വേഗത്തിൽ അങ്ങനെ വിട്ട് കിട്ടിയിട്ടില്ല, നല്ല കട്ട പിടിച്ചിരിക്കണം. നമുക്ക് കുറച്ച് മതി, കാരണം മീനായാലും കുറച്ചുള്ളൂ, അധികം നമ്മളെടുത്ത് ഉണ്ടാക്കുന്നില്ല. പിന്നെ തേങ്ങ ഞാൻ നീക്കി വെച്ചത് ഇന്നിപ്പോൾ വെണ്ടക്കായ കൊണ്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ വെണ്ടക്കായ്ക്ക് ഞാൻ ഓർത്ത് ഒത്തിരി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാമെന്ന്. ആ കുക്കായി വരുന്ന സമയത്ത് ശകല തേങ്ങയും കൂടെ. അതുകൊണ്ട് തേങ്ങ വീണ്ടും പുറത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഫ്രീസറിലേക്കാണ് വെക്കാറ്. നമ്മൾ ചിരവിയിട്ട് തേങ്ങ പുറത്ത് വയ്ക്കുമ്പോൾ ചെയ്യുമ്പോൾ അത് വേഗം കേടായി പോകും. അപ്പോൾ ചെറിയ തേങ്ങയാകുമ്പോൾ നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. ഇനി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഒരു കുറച്ച് ചൂടുള്ള വെള്ളം കേട്ടോ. ഇതിനകത്തേക്ക് വേറെ മസാലകളോ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ തേങ്ങ മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ. തേങ്ങയും വെള്ളവും ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് നമുക്ക് പുളി തിളപ്പിക്കാനായിട്ട് വെക്കണം ഫിഷിനുള്ളത്. അപ്പോൾ ഞാൻ എന്താ അവിടെ കുടംപുളി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് കീറി ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി വെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ കുതിർന്നിട്ടുണ്ട്. എന്നാലും നമ്മളിതിനൊന്ന് തിളപ്പിച്ചെടുക്കണമെങ്കിൽ നല്ലപോലെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങും ആ വെള്ളത്തിലേക്ക്. അപ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളിവെള്ളം ത്തിനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. ഇവിടെ കിടന്ന് ഫ്ലെയിമൊക്കെ നമുക്കൊന്ന് ഇത്തിരി കുറച്ചിടാം. അപ്പോൾ ഇവിടെ കിടന്ന് തിളച്ചോളും. ഈ സമയത്ത് നമുക്ക് ബാക്കി ജോലികൾ തീർക്കാം. ഇവിടെ ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്, 2-3 എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് കുറച്ച് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇവിടെ സെപ്പറേറ്റ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെണ്ടക്കായ്ക്ക് വേണം, ഫിഷ് കറിയിലേക്കും വേണം. അപ്പോൾ അതേ നമ്മുടെ പുളിവെള്ളം ഇവിടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമായിട്ട് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ഇനി ഓഫ് ആക്കണം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ സബോള, ചെറിയ ഉള്ളിയൊക്കെ ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സബോളയുടെ കൂടെ ഒരു കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സബോളയും അതുപോലെ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ജോലികൾ ഇതിനിടയ്ക്ക് തീർത്തു കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് വെച്ചു. അതുപോലെ വെണ്ടക്കായ വെള്ളത്തിൽ നിന്ന് കഴുകി മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ വെണ്ടക്കായ തോരൻ. വെണ്ടക്കായ ഉപ്പേരി, തോരനും ഉപ്പേരിയും മെഴുക്ക് പുരട്ടി എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് എന്തായാലും ഇനി മീൻകറി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം.
നമുക്ക് ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അരി കുക്കറിലേക്ക് ഇടാൻ പോണ്. ഞങ്ങളുടെ UP റൈസ്, ഇത് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. UP റൈസ് ഇത് 1 ഗ്ലാസ്സിന് ഡബിൾ വെള്ളം ചേർത്ത് നമ്മൾ കുക്ക് ചെയ്യണേ. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവും റൈസ്. റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ആവശ്യമുള്ള 2 ഗ്ലാസ് വെള്ളവും ചേർക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് റൈസ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം വെളിച്ചെണ്ണ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം. ഇളക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, തിളയ്ക്കുമ്പോൾ മിക്സ് ആയിക്കോളും. ഇത് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ അടുപ്പത്ത് വെക്കാം. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യം കേട്ടോ ഒന്ന് മീൻകറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇന്നിപ്പോൾ ഞാൻ താളിച്ചൊഴിക്കണമൊന്നുമില്ല, താളിച്ചൊഴിക്കാതെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ഇപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കടുകും ഉലുവയും. ഒരു ചെറിയ നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മുടെ സബോളയും ചെറിയുള്ളി കട്ട് ചെയ്തൊക്കെ ഇടണം. പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തേങ്ങ ഇവിടെ ഞാൻ അരച്ചെടുത്തേക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി വെണ്ടക്കായൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഓർത്തു ഇപ്പോൾ സബോളയൊക്കെ വഴന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പറ്റുന്ന മാതിരി കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സബോളയ്ക്ക് ഇവിടെ വഴന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആദ്യം തന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമാണ് കേട്ടോ തിരുമ്മി വെച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അടുത്തത് എരിവിനായിട്ട് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ എന്താ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എരിവിനുള്ള മുളക് പൊടി. പിന്നെ മെയിനായിട്ട് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഓൾറെഡി നല്ല ചൂടായ സബോളയും ചെറിയുള്ളിയൊക്കെയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ നമ്മൾ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് കണ്ട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അതുപോലെ ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. അപ്പോൾ എനിക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കമൻസ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് സ്വയമായിട്ട് ഫീൽ ചെയ്ത കമൻറ്റ് നിങ്ങളിടുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസിന് ഒത്തിരി താങ്ക് യു, നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക് യു. അതുപോലെ ഇനിയും നിങ്ങൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒരുവിധം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ. അത് ഇത്തിരി വലിയതായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഇടുമ്പോൾ ഓവർ വലിയതായിരിക്കും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തത്. ഇങ്ങനെയാകുമ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിൽ പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഈ മസാലയിലൊക്കെ കിടന്ന് ഈ മീൻ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ മീൻ കഷ്ണങ്ങളിലൊക്കെ
തേച്ച് വെച്ചതായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചും കൂടെ ഇപ്പോൾ നമ്മളിനി അരപ്പൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ കറിയിലേക്ക് വേണം, ഗ്രേവിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ മത്തിയാവുമ്പോൾ നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർക്കണം. ഇനി ഞാൻ പാല് പിഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചേക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് തേങ്ങ ഇവിടെ അസുലഭമാണ്. കേരളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നും ഒക്കെ പിന്നെ കടയിൽ നിന്നൊക്കെയായാലും വാങ്ങിച്ചാൽ നല്ല ക്വാളിറ്റിയുടെയൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് വീട്ടിൽ നിന്നും കിട്ടാനില്ല, വാങ്ങിക്കുമ്പോൾ അത്ര നല്ല ക്വാളിറ്റി കിട്ടാനുമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തേങ്ങേനെ പിശുക്കി ഉപയോഗിച്ച് അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പിശുക്കിൻ്റെ ഭാഗമായിട്ട് ഒന്ന് അരച്ച് ചേർക്കണം. പിന്നെ അരച്ച് ചേർത്താലും ടേസ്റ്റൊക്കെ ഉണ്ട്, ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തന്നെ എപ്പോഴും ഉണ്ടാക്കണമെന്നൊന്നും അങ്ങനെ മസ്റ്റുമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, നമ്മുടെ കറി ടേസ്റ്റി ആയി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ജാറൊക്കെ ഞാനൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ഗ്രേവി കുറവാണ്. ഞങ്ങൾക്കൂടെ വീട്ടിൽ എല്ലാവർക്കും കറിയൊക്കെ ഉണ്ടാക്കുന്ന ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കുറച്ച് സമയം ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെക്കണം. ഈ സമയത്ത് നമുക്കിനി വേഗം വെണ്ടക്കായ്ക്കുള്ള വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി വെണ്ടക്കായ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ വെളുത്തുള്ളിയൊക്കെ ചതച്ചു കേട്ടോ. ഇനി സബോള കട്ട് ചെയ്യണം. സബോള ഞാനൊരു 1.5 സബോള എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ അവിടെ അപ്പോഴേക്കും പാൻ വെച്ചു, കാരണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് പോരാനായിട്ട്. അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ വെണ്ടക്കായ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി അത് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒത്തിരി ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കൊന്നും വേണ്ട. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വേഗം സബോള കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെണ്ടക്കായ ഒന്ന് ഞാൻ ചെറുതായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ സബോളയും പച്ചമുളകും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് മതി. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഒഴിച്ച ഓയിൽ ഹാഫായി. അപ്പോൾ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ എന്താ സബോളയും വെളുത്തുള്ളി ഗ്യാസും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ആ ഒരു കരിവെറുപ്പൊന്ന് മാറിയാൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരമായി നമ്മൾ കറി അടച്ചു വെച്ചിട്ട് നമ്മുടെ മത്തിക്കറി എങ്ങനെയുണ്ടെന്നൊന്ന് തുറന്ന് നോക്കാം. ഇത് അവിടെ കിടന്ന് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം മത്തിമേക്ക് ഇങ്ങനെ കയ്യിൽ കൊള്ളുമ്പോൾ തന്നെ നമുക്കറിയാം മത്തിയൊക്കെ കുക്കായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഫ്ലെയിം ഓഫാക്കണം. അങ്ങനെ തേങ്ങ അരച്ച് ചേർത്ത് നല്ല സൂപ്പർ മത്തിക്കറിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കാലത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മുടെ വെണ്ടക്കായ്ക്കുള്ളത് കൂടെ അങ്ങനെ റെഡി ആവുന്നുണ്ട്. പിന്നെ ചെറിയൊരു ചട്നിയും കൂടെ അരയ്ക്കണമെന്നുണ്ട് എനിക്ക്. നോക്കട്ടെ, ടൈം കിട്ടിയ ഒരു കൊച്ചു ചട്നിയും കൂടെ നമ്മൾ റെഡിയാക്കും. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഇവിടെ ഒരു പൊരിപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് പച്ച കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച വെണ്ടക്കായ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ സവോളയും വെണ്ടക്കായൊക്കെ ഒരുവിധം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് ഒരു കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. നമുക്കൊന്നും കൂടെ ഈ തേങ്ങയിലേക്കൊക്കെ ഒന്ന് ആവി അടിക്കാനായിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ തോരൻ റെഡിയാണ്. ഞാൻ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്.
ഇനി ഞാനിന്ന് ഉപ്പുമാങ്ങ വെച്ച് ചെറിയൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചട്നി എന്ന് പറയുന്നത് വലിയ ഗ്രാൻഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം നാട്ടിലേക്ക് പോകാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ഉപ്പുമാങ്ങയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാങ്ങയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുളകും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് തിന്നാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്കിട്ട് ഇങ്ങനെ ഓരോ പീസ് ഇതിൽ നിന്ന് പറക്കി തിന്നും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം മുളകും, പക്ഷെ മുളകിന് അങ്ങനെ വലിയ എരിവൊന്നുമില്ല കേട്ടോ. ഇവിടെ കിട്ടുന്ന ആ മുളക് വലിയ എരിവുള്ളതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് മുളക് വെറുതെ പേരിനിട്ടെന്ന് മാത്രം. ഇതിൻ്റെ കൂടെ ഇത്തിരി തേങ്ങയൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു ചട്നി. ഇതിന് ഒരു പീസ് ഞാൻ തിന്നാനായിട്ട് എടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പുമാങ്ങ മുളകും കൂടെയൊക്കെ ഇട്ടിട്ട് അടിപൊളി. ഉപ്പുമാങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും. ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇപ്പോൾ ഒരു വർഷമല്ല, ഇപ്പോൾ എത്രയാണ് നമ്മുടെ മെയ്യിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് ഇപ്പോൾ 6 മാസമായി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 6 മാസം. സൂപ്പർ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം അധികം ചേർക്കണില്ല. പിന്നെ ഇനി നമുക്ക് വേണ്ടത് തേങ്ങ. ഈ തേങ്ങ ചേർക്കാം. ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കടയിലേക്ക് പോകണം. അപ്പോൾ കടയിൽ പോകുമ്പോൾ തേങ്ങ കിട്ടിയാൽ വാങ്ങിക്കണം. അപ്പം തേങ്ങ വാങ്ങിക്കുന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ തേങ്ങ എടുത്തേക്കുന്നത്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഉപ്പ് ഇതിനകത്തേക്ക് കാര്യമായിട്ട് ചേർക്കേണ്ട, കാരണം ഓൾറെഡി ഇത് ഉപ്പ് വാങ്ങിയുള്ളതാണ് ഇട്ടേക്കണം. അപ്പോൾ ചട്നിയൊക്കെ റെഡി ആയതിനു ശേഷം ഉപ്പിൻ്റെ കുറവും കണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ശകലം ഉപ്പൊന്ന് വെതറി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ട ഐറ്റം ഇതാണ്. ഈ ഐറ്റം നമ്മുടെ ക്രഷ്ഡ് ചില്ലി. ഇത് പുതിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് പൊട്ടിച്ചിട്ട് പോലില്ല. പച്ചമുളക് ഒരെണ്ണം ഞാൻ പറഞ്ഞേ, ഒരെണ്ണമല്ല, പച്ചമുളക് നമ്മൾ ഈ ബോട്ടിലിൽ ഇട്ട് വെച്ചതുകൊണ്ട് ചെറിയ എരിവുണ്ട്, എന്നാലും വലിയ എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ചതച്ച മുളകിനെ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ, നല്ല എരിവുണ്ടാവും. അപ്പോൾ ചട്നി എന്ന് പറയുമ്പോൾ ആവശ്യം നമുക്ക് എരിവൊക്കെ വേണമല്ലോ, നല്ല തിന്നുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. നമ്മൾ ചട്നി അരയ്ക്കും തന്നെ ആ ഒരു എരിവും പുളിയും ഒക്കെ കിട്ടാനല്ലോ. അപ്പോൾ മാങ്ങ ഇട്ടുമ്പോൾ പുളിയായി, ഉപ്പായി, പിന്നെ നല്ല എരിവിനുള്ള ഐറ്റമായി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിയുമ്പോണ്ടാവും, ഒന്നും പറയാനില്ല. വെളിച്ചെണ്ണ ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അരച്ചെടുത്തിട്ട് ചേർത്താലും മതി. കാരണം നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മളങ്ങനെ ഇപ്പോൾ ഓയിലൊക്കെ അധികം ചേർത്ത് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും. ഇത്രയും മാത്രം മതി, വെള്ളമൊന്നും ചേർക്കണ്ടേ. കാരണം ഓൾറെഡി നല്ല നനവുണ്ട്. മാങ്ങ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിരിക്കുന്നതാണ്. പിന്നെന്താ, വെള്ളം ഞാൻ ഓൾറെഡി മാങ്ങയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയും നമുക്ക് അരച്ചെടുക്കാം. പക്ഷെ ഇപ്പോൾ കറണ്ടില്ല. കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ കറണ്ടില്ലാതെ വയ്ക്കാൻ പറ്റില്ല. കറണ്ട് വരുമ്പോൾ തന്നെ ഞാൻ അരച്ചെടുക്കും. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഉപ്പേരിനൊന്നും കൂടെ നോക്കാം. ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാ വെണ്ടക്കായുടെ ഫ്ലെയിം ഓഫ് ആക്കും കേട്ടോ. ഇവിടെ തോരൻ റെഡി. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാണ് നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ട്. കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വന്നപ്പോൾ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചട്നിയാണ്. ഒരുപാട് അരച്ചങ്ങനെ ടേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണം നമ്മൾ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ ചെറിയ ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ചെറിയ ഉള്ളി ഇല്ലാതെ നമ്മൾ ചട്നി ഉണ്ടാക്കിയാലും ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. ശകലം വെളിച്ചെണ്ണ നമ്മൾ മുൻപ് അരയ്ക്കുന്നതിന് മുൻപ് ചേർത്തായിരുന്നു. ഇപ്പം ഞാൻ ഇത്തിരി കൂടെ ഓയിൽ ചേർത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പുമാങ്ങ വെച്ചുള്ള ചട്നി. ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറിനാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് കണ്ടിട്ട് തന്നെ ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ അതാ നമ്മുടെ ചട്നി നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി സ്മെല്ലും, ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലും ഉപ്പുമാങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ കൂടെ നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ശകലം ചൊറുക്കിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമ്മളിതിനകത്ത് പുളിയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർക്കാം കേട്ടോ. പുളി അല്ലെങ്കിൽ മാങ്ങയിൽ പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പുളി ചേർക്കാം. അല്ലെങ്കിൽ ഇത്തിരി ചൊറുക്ക, അതായത് നമ്മുടെ വിനീഗർ, അതൊരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ശകലം ചേർത്തിട്ടുണ്ട് പേരിന്.
ചെറിയൊരു പുളിരസം കിട്ടാനായിട്ട്. ഇങ്ങനത്തെ ഒരു ചട്നി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുന്നു, അത്ര സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ അരച്ച് ഫുൾ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ക്രഷ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനെ. ഞാൻ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കാണിച്ചു നോക്കും, ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. അപ്പം ഇങ്ങനത്തെ ചട്നി നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇപ്പം ഞങ്ങളുടെ ലഞ്ച് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ ഇവിടെ കുക്കായി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല ചൂടൻ ചോറും ഈ ചട്നി മാത്രം മതി, വേറെ ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ റൈസ് ഇവിടെ റെഡി. പിന്നെ നമ്മുടെ ചട്നി ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് കറി, പിന്നെ അടുത്തത് നമ്മുടെ വെണ്ടയ്ക്ക തോരൻ. അപ്പം അങ്ങനെ ഇത്രയും ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഹോളിഡേ കിട്ടിയതുകൊണ്ട് കേട്ടോ ഇത്ര സ്വസ്ഥതയിലും സമാധാനത്തിലൊക്കെ വീഡിയോ എടുത്ത് നമുക്കിങ്ങനെ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കാൻ പറ്റുന്നതും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ക്ലാസ്സൊക്കെ ഉള്ള ദിവസം എടുത്ത് പിടിച്ച് ഓടിക്കോ, അങ്ങനത്തെ ഒരു തിരക്കാണ്. ക്ലാസ് കഴിഞ്ഞ് വന്ന് ഈവനിങ്ങിൽ എടുക്കുമ്പോഴാണ് പിന്നെ ഞാനൊരു കുറച്ച് ടൈം കണ്ടെത്തിയൊക്കെ പറ്റുന്ന പോലെയൊക്കെ എടുക്കണം. എന്നാലും ടയേർഡൊക്കെ ആയിരിക്കും. ഈവനിങ്ങിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് നല്ല ടയേർഡൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടയേർഡ്നെസ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ കാണും. ഇപ്പോൾ നല്ല ഫ്രഷാണ്, കാരണം രാവിലെ എനിക്ക് വേറെ നമുക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ടല്ലോ, വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.